ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇതിനകത്ത് പ്രവേശിച്ചത്. ക്ഷയാൽ ത്രായതേ ഇതി ക്ഷേത്ര എന്നാണ് ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെ എല്ലാ ക്ഷയങ്ങളിൽ നിന്നും നമ്മളെ ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം. അങ്ങനെ അതിൽ നിന്ന് ത്രാണനം ചെയ്ത് ആ ശിവക്ഷേത്രത്തിൽ നിന്ന് അതിന്റെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ഈ സരസ്വതി ക്ഷേത്രം. ഈ സ്കൂളിനെ പറ്റി ചിന്തിക്കുമ്പോൾ അതിന്റെ പഠനപരമായ കാര്യങ്ങളും പഠനബാഹ്യങ്ങളായ കാര്യങ്ങളും എല്ലാം തന്നെ പ്രത്യേകതരം സിലബസുകൾ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെതായിട്ടുള്ള സിലബസുകളും പഠന കാര്യങ്ങളും എല്ലാം അനുസരിച്ചാണ് പോകുന്നുവെങ്കിലും ഇവിടെ പ്രസംഗിച്ച ചിലര് സൂചിപ്പിച്ചത് എന്തോ അതൊന്നും അല്ലാത്ത ഒരു ഭാരതീയ ചിന്താ പദ്ധതിയുടെ സേവനം, ഒരു നനവ് സർക്കാരിൻ്റെതായ പള്ളിക്കൂടങ്ങൾ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റേതായ പള്ളിക്കൂടങ്ങൾ, ഇങ്ങനെ ധാരാളം പള്ളിക്കൂടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിന്ന് നടന്നു പോകുന്നതും നടത്തിക്കൊണ്ടു പോകുന്നതും എങ്ങനെയൊക്കെ ആകുന്നതാണെന്നുള്ള കാര്യം ശ്രീ യേശുദാസ് നേരത്തെ പ്രസംഗിച്ചതിന്റെ ഒരു മറുഭാഗമായിട്ട് നമുക്ക് കാണേണ്ടിയിരിക്കുകയാണ്. അതൊക്കെയാണെങ്കിലും അങ്ങനെയൊന്നും അല്ലാതെ ഇന്ത്യയുടെയൊന്നുമല്ല ഞാൻ പറയുന്നു. തികഞ്ഞ ഒരു ഭാരതീയ പൈതൃകത്തിന്റെ പശ്ചാത്തലം ഇതിന്റെ പുറകിലുണ്ട്, ഇതിന്റെ പ്രവർത്തനത്തിലുണ്ട്, പ്രവർത്തകരുടെ കാഴ്ചപ്പാടിലുണ്ട്. ഈ ഭാരതീയ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ നമ്മൾ പുറകോട്ട് ഇങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ ആ പശ്ചാത്തലം ചെന്ന് നിൽക്കുന്നത് എവിടെയെന്ന് അറുത്ത് മുറിച്ച് പറയാം. അവിടെ വരുമ്പോഴാണ് ആർഷഭാരതം എന്ന് പറയുന്നത്. ഈ ആർഷമാണ് അതിൽ കിട്ടിയിരിക്കുന്നത്. അവിടുന്ന് നമുക്ക് കിട്ടിയ ലോകത്തിന് ഇന്നേ വരെ എത്താൻ കഴിയാത്ത വലിയ മുദ്രാവാക്യമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇതിനപ്പുറം ഒരു മുദ്രാവാക്യമില്ല. അങ്ങനെയുള്ള ഒരു പ്രവർത്തന രീതി നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിനകത്തേക്ക് കൊണ്ടുവരണം. അത് നമ്മുടെ ഭാരതത്തിന്റെ വൈകൃതമാണ്. പുറകോട്ട് ചെല്ലുമ്പോ നമ്മുടെ കാവ്യങ്ങളില്, നമ്മുടെ നാടകങ്ങളില്, അഷ്ടാദശ പുരാണങ്ങളില്, വേദങ്ങളില്, ഉപനിഷത്തുകളില് എല്ലാം ഒതുങ്ങിക്കിടക്കുന്നതാണ്. ഇത് ഞാൻ പറയുമ്പോ ഇതെന്റെ മാത്രം വാക്കല്ല. അതിനൊരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നോബൽ പ്രൈസിന് അർഹനായ എഡ്വിൻ ഷ്രോഡിംഗർ എന്ന് പറയുന്ന ഒരു മഹാശാസ്ത്രജ്ഞനുണ്ട്. ഫിസിക്സിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഭൗതിക ശാസ്ത്രമാണ്. അതിനകത്ത് ഏതിലൂടെയൊക്കെ ചെന്നിരുന്നാലും മറ്റു ചില വ്യാഖ്യാനങ്ങളിലൂടെ വന്നിരുന്നാലും നമുക്ക് അന്ധവിശ്വാസമോ ദൈവത്തിനെ ഒന്നും കാണാനൊക്കില്ല. എന്നാൽ ഭാരതീയമായ സംസ്കാരത്തെപ്പറ്റി, ഭാരതത്തിലെ വേദങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തോന്നാണ് പറഞ്ഞതെന്നറിയാം. The knowledge which we acquire is little when it is compared to the knowledge explained by the Indian Vedas.
ഒരു ഹിന്ദു വർഗീയവാദിയല്ല പറഞ്ഞു, വലിയ ഓർമ്മമാണ്. ഒരു ജർമ്മൻ സാഹിബാണ് പറഞ്ഞത്. അതും ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് പറഞ്ഞത്. ഇന്ത്യയിലെ വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന അറിവ് നോക്കിയാൽ ഇപ്പോൾ നമ്മൾ നേടിയിരിക്കുന്ന അറിവ് വെറും തുച്ഛമാണ് എന്നാണ് ജർമ്മൻ ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത്. അത്ര ഗംഭീരമായ ഒരു പൈതൃകത്തിന്റെ പുറത്താണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത്. അങ്ങനെയുള്ള ഭാരതത്തിന്റെ, ആ രീതിയിലുള്ള ഭാരതത്തിന്റെ നമുക്ക് വേണമെങ്കിൽ വിളിച്ചുകൊണ്ട് നടക്കാനുള്ള മുദ്രാവാക്യം നമുക്ക് പറഞ്ഞെന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു. അവിടെ മനുഷ്യൻ പോലും അല്ല, അതിന്റെ അപ്പുറത്തുണ്ട്. ഓർക്കണം, പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വം ഉൾക്കൊള്ളുന്നതാണ് ലോകം. അതിന്റെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മഹർഷിമാരെ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ളത്. ആ പാരമ്പര്യം ഉയർന്നു വരാൻ, ആ പാരമ്പര്യത്തിന്റെ ഏതാണ്ടൊരു അംശമെങ്കിലും സ്വാംശീകരിച്ചുകൊണ്ട് വളർന്നു വരാൻ സിലബസിൽ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ പോലും നമ്മുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ, അതൊക്കെ ഒന്ന് പഠിച്ചു വരുമ്പോ, ആ രീതിയിൽ ഉയർന്നു വരുമ്പോ നമ്മുടെ ഉദ്ഘാടകന് സത്യം പറഞ്ഞാൽ സമകാല സംഭവങ്ങളിലെല്ലാം അദ്ദേഹം എന്നല്ല, പ്രായമായ എന്നെ പോലെയുള്ളവരും എല്ലാം സമകാല സംഭവങ്ങളിൽ വിഷമിക്കുന്നവരാണ്. വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹം ആ ഭാവത്തിനെ ഭാവത്തിൻ പരകോടിയിൽ സ്വയം അഭാവത്തിന് സ്വഭാവം വരാമെന്ന് പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വന്നുപോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വിദ്യാഭ്യാസ മേഖല നമ്മുടെ ഇതുപോലുള്ള ഭാരതീയ പൈതൃകത്തിൽ കാലൂന്നി നിന്നുകൊണ്ട് ഉള്ള ഒരു വിദ്യാഭ്യാസ രീതി നമുക്ക് പുത്തരിയല്ല. നമ്മൾ അതിലേക്ക് പോകണം. അതിനു വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിന്റെ ഒരു ഏകദേശ കാര്യമെങ്കിലും നമ്മുടെ ഈ സ്കൂള് നിർവഹിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലെ ഒരു നല്ല ക്ഷേത്രത്തിന്റെ പശ്ചാത്തലവും എല്ലാം ഒത്തിണങ്ങി ഒരുമിച്ച് വന്നിരിക്കുന്ന ഈ പള്ളിക്കൂടം എളിമയിൽ നിന്നും മഹിമയിലേക്ക് ഉയർന്നു പോവുകയാണ്. ബഹുമാനപ്പെട്ട നാട്ടുകാരുടെയും മറ്റെല്ലാവരുടെയും സഹകരണം അതിന് ഭാവിയിലും ഉണ്ടാകട്ടെ, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഇതിന്റെ ട്രസ്റ്റിന്റെ ഒരു മെമ്പർ കൂടിയായ ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നമസ്കാരം. വേദിയിൽ അടുത്തതായി ഉപഹാര സമർപ്പണമാണ്. ഏറെ തിരക്കുകൾക്കിടയിൽ നിന്നും നാഷണൽ ഹെറിറ്റേജ് സെന്ററിന്റെ ഈ സരസ്വതി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുവാൻ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന ഡോക്ടർ കെ ജെ യേശുദാസിന് ഉപഹാരം സമർപ്പിക്കുന്നതിനായി IISHന്റെ ഓണററി ഡയറക്ടർ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അവர்களെയും ഈ എളിയ ഉപഹാരം സ്വീകരിക്കുന്നതിനായി ദാസേട്ടനെയും ക്ഷണിക്കുന്നു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP രമേശിനെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. MLA ശ്രീ ബാബു പാലിശ്ശേരി അവരുടെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അഡ്വക്കേറ്റ് പേർന്തിൽ രാമകൃഷ്ണൻ MLA ഉപഹാര സ്വീകരണത്തിനായി ക്ഷണിക്കുന്നു. ഡോക്ടർ PR കൃഷ്ണകുമാർ അവരുടെ ഈ എളിയ ഉപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി ഉപഹാരം നൽകുകയാണ്. സംപൂജ്യനായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. ഏപ്രിൽ മാസം 6-ാം തീയതി ഈ സ്ഥാപനത്തിന് തറക്കല്ലിട്ട്
മെയ് മാസം മധ്യത്തില് കെട്ടിടം ആരംഭിച്ച് എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് ഇത്രയും സമുജ്വലമായ ഒരു സ്ഥാപനത്തെ ഒരിടത്തും ഒരു അപാകതയുമില്ലാതെ പണി ഏകദേശം തീർത്ത് നൽകിയ രാജീവിന്, അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. അദ്ദേഹം കൊല്ലൂർ മുകാംബി ക്ഷേത്രത്തിലെ ജന്മദിനത്തിന് ആരാധ്യനായ ഗാനഗന്ധർവനെ പോലെ സുപ്രഭാതം മുതൽക്ക് അർദ്ധരാത്രി വരെ ചെലവഴിക്കാറുണ്ട്. എന്നാലും അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ വായിക്കണമെന്നൊരാഗ്രഹം, കൂടുതൽ സമയമെടുക്കില്ല. സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ ടു ശ്രീ S.M. രാജീവ്. The Indian Institute of Scientific Heritage Trust, well-wishers and family members would like to appreciate the sincere, devoted and dedicated service rendered by you as managing partner of the Heather Constructions, Tirunelveli. Right from the designing of the building and the planning, the construction of Bharatiya Vidya Vihar, the value-based school of IISH, from March 2008 and completing the construction work with a remarkable beauty and quality. Your guidance, coordination capacity, stabilized and pleasant approach in handling each and every aspect are worth mentioning. We would like to put in record our deep appreciation and blessings to you, your family members and colleagues for undertaking this mission with great satisfaction of each and everyone at the National Heritage Center of IISH, Thrissur Guruvayur Road, Maduvancheri, Thrissur. It was always a great pleasure for us to work with you. We look forward for a lifelong relationship with you. This certificate of appreciation is handed over by Padma Bhushan Dr. K.J. Yesudas on the occasion of the inauguration of the school on 7th March 2009. അദ്ദേഹം ഇന്നിവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ ദാസേട്ടൻ ഇത് സ്പർശിച്ച് ഇത് ടേബിളിൽ തന്നെ വെച്ച് നാളെ അദ്ദേഹം വരുമ്പോൾ ഇത് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടാവും. ശ്രീ രാജീവിന് വേണ്ടി മെമന്റോ നൽകുന്നതിനായി ദാസേട്ടനെ ക്ഷണിക്കുന്നു. ശ്രീ രാജീവിന് വേണ്ടി മെമന്റോ ഏറ്റുവാങ്ങുന്നത് ശ്രീ സുരേഷും സഞ്ജനുമാണ്. ഞങ്ങൾ ഈ വേളയിൽ ഈ മൊമെന്റോ ആണ് ഇപ്പോൾ നൽകുന്നത്. അടുത്തതായി സൈറ്റ് എഞ്ചിനീയറായ ഷിബുവിന് ദൈനംദിന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം നിർവഹിച്ച അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ സമയബന്ധിതവുമായ ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾ നേതൃത്വം വഹിച്ചതിന് നൽകുന്ന ഒരു മെമന്റോ. സംപൂജ്യരായ കുടുംബാംഗങ്ങളെ, ഒരു മനുഷ്യന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ 18-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വരി, ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വികലസ്പൃഹ വിതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ. ദുഃഖം വരുമ്പോൾ തളരാതിരിക്കുക, സുഖം വരുമ്പോൾ പരിധിക്കപ്പുറം മുകളിലേക്ക് പോകാതിരിക്കുക, രാഗവും ഭയവും ഓവർ അറ്റാച്ച്മെന്റും ഭയവും ദേഷ്യവും ഒഴിവാക്കുക. ഇത് 5ഉം ചേർന്ന ഒരു മനുഷ്യൻ സൈറ്റ് എഞ്ചിനീയറായി ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അത്രയും ഉജ്ജ്വലമായ അദ്ദേഹത്തിന് ഏതാനും വരികളുടെ ഒരു ഷീൽഡ് കൊടുക്കുകയാണ്. The Indian Institute of Scientific Heritage Trust, well-wishers and family members would like to appreciate the sincere, devoted and dedicated service rendered by you as the site engineer of Heather Constructions, Tirunelveli, during the construction of the Bharatiya Vidya Vihar, the value-based school of IISH from April 2008 to March 2009, and completing the construction work with a remarkable beauty, quality. Your coordination capacity, stabilized and pleasant approach in handling even the complicated problems are worth mentioning. We would like to put in record our deep appreciation and blessing to you, your family members and colleagues for undertaking the mission-oriented work with great satisfaction of each and every one at the National Heritage Center IISH,
Thrissur Guruvayur Road, Maduvancheri, Thrissur. This certificate of appreciation is handed over by Padma Bhushan Dr. K.J. Yesudas on the occasion of the inauguration of the school on 7th March 2009. Shibu കുമാറിനെ വിളിക്കുന്നു. അദ്ദേഹത്തിനെ നമ്മൾ മറക്കില്ല. അദ്ദേഹത്തിന്റെ അച്യുതാനന്ദന്റെ ഇനീഷ്യലാണ് അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ VS ശിവകുമാർ. ശ്രീ VS ശിവകുമാറിന് ഈ ഉപഹാരം സമർപ്പിക്കുന്നതിനായി ദാസേട്ടനെ ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ US നാരായണൻ, അദ്ദേഹത്തെക്കുറിച്ച് ഡോക്ടർ ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നു. ഈ ബിൽഡിങ്ങിന്റെ എല്ലാ ഡിസൈനിങ്ങിനും എല്ലാത്തിനും സ്വന്തം കുടുംബത്തിലുണ്ടാകുന്ന 1-2 പ്രശ്നങ്ങൾ പോലും വകവയ്ക്കാതെ ഇവിടെ വന്ന് രാപ്പകൽ വർക്ക് ചെയ്ത ശ്രീ US നാരായണൻ ഈ സ്ഥാപനത്തിന്റെ തന്നെ അംഗമാണ്. അദ്ദേഹത്തിന് ഒരു സർട്ടിഫിക്കറ്റ് The Indian Institute of Scientific Heritage Trust, well-wishers and family members would like to appreciate sincere, devoted and dedicated service rendered by you as the supervisor and guide for all the construction work at National Heritage Center. Your guidance and support for the construction of the Bharatiya Vidya Vihar, the value-based school of IAS in designing, drawing, getting the approval till completing the construction work with remarkable beauty and quality will ever be remembered. Your coordination capacity, stabilized and pleasant approach in handling every minute aspect of the constructions are worth mentioning. We would like to put in record our deep appreciation and blessings to you and your family members for undertaking the mission-oriented work with great satisfaction of each and every one at the National Heritage Center. We are sure that you will devote your time, energy and skill in our future projects also. This certificate of appreciation is handed over by Padma Bhushan Dr. K.J. Yesudas on the occasion of the inauguration of the school on 7th March 2009. Thank you very much. ശ്രീ US നാരായണൻ. ഈ മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടവും കൃതകൃത്യതയോടെ നിർവഹിച്ച മാനേജർ ശ്രീ ശ്രീകുമാറിന് അടുത്തതായി ഉപഹാരം നൽകുകയാണ്. ശ്രീ ശ്രീകുമാറിനെ ക്ഷണിക്കുന്നു ഉപഹാരം സ്വീകരിക്കുന്നതിനായി. ദാസേട്ടനെ ഉപഹാരം നൽകുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി കെട്ടിട സമുച്ചയത്തിന്റെ സ്കെച്ചുകളും പ്ലാനുകളും എല്ലാം വരയ്ക്കുവാനും അതിന്റെ രൂപകൽപ്പനയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്ത എഞ്ചിനീയറാണ് ശ്രീ സജി ചാക്കോ. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെ NHC കുടുംബാംഗങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ശ്രീ സജി ചാക്കോയെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഉപഹാരം സമർപ്പിക്കുന്നതിനായി ദാസേട്ടനെ ക്ഷണിക്കുകയാണ്. ശ്രീമതി KG ഗീതയാണ് അധികാര സ്ഥാനങ്ങളിൽ കെട്ടിട നിർമ്മാണങ്ങൾക്കായുള്ള അനുമതിയും രേഖകളും സമർപ്പിക്കുവാനായി ഞങ്ങളെ സഹായിച്ചത്. ശ്രീമതി KG ഗീത ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടില്ലെന്ന് കരുതുന്നു. അവരെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. അതുപോലെ മുൻ മാനേജർ കോർഡിനേറ്ററായ ശ്രീ KR ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ മികച്ച പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഉപഹാരം നൽകുകയാണ്. ബഹുമാനപ്പെട്ട ദാസേട്ടനെ ഈ ഉപഹാരം കൂടി സമർപ്പിക്കാൻ ക്ഷണിക്കുകയാണ്. അടുത്തതായി ഈ ഇവിടുത്തെ ഇലക്ട്രിക്കൽ വർക്കുകളും പ്ലംബിംഗ് വർക്കുകളും എല്ലാം നിർവഹിച്ച മിസ്റ്റർ ടോമിക്കുള്ള ഉപഹാരമാണ്. ശ്രീ ടോമിയെ ഈ എളിയ ഉപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ദാസേട്ടൻ തന്നെ ഇത് ആയില്ല. സന്തോഷം.
വീണ്ടും ശ്രീ സതീശന് ഉപഹാരം സമർപ്പിക്കുന്നതിനായി MLA ശ്രീ പേരമ്പൽ രാമകൃഷ്ണൻ അവരെ ക്ഷണിക്കുന്നു. അദ്ദേഹമാണ് കാർപ്പന്ററി വർക്കുകൾക്ക് നേതൃത്വം നൽകിയത്. പരിപാടികളുടെ അവസാനമായി നന്ദി പ്രകാശനം. അതിനായി NHCയുടെ ഓണററി ഡയറക്ടർ ഡോക്ടർ ഗോപാലകൃഷ്ണൻ. സംപൂജ്യനായ പഞ്ചായത്ത് പ്രസിഡന്റിനും എന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം അർപ്പിക്കുന്നു. ഇങ്ങനെ ഇന്ന് ദാസേട്ടന്റെ ആരാധ്യനായ ഡോക്ടർ യേശുദാസിന്റെ അനുഗ്രഹ പ്രഭാഷണത്തോടുകൂടിയും ഉദ്ഘാടന കർമ്മത്തോടുകൂടിയും ഇങ്ങനെ ഒരു ഉദ്ഘാടനം ജ്ഞാനപീഠം അവാർഡ് സ്വീകരിച്ച ഡോക്ടർ MT വാസുദേവൻ നായർ സ്വന്തം കൈകൊണ്ട് പൂജ നടത്തി, ഭൂമി പൂജ നടത്തി സ്ഥാപിച്ച ഈ സ്ഥാപനത്തിന് ഇത്ര പെട്ടെന്ന് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. വളരെ തുച്ഛമായ സമ്പത്ത് മാത്രം കയ്യിൽ വെച്ച് ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് 3 നിലയില് 26,000 സ്ക്വയർ ഫീറ്റില് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിളിച്ചുകൂട്ടിയ പ്രസ് കോൺഫറൻസില് പലരും ചോദിച്ച ചോദ്യം ഡോക്ടർ ഹരിദാസൻ പിള്ള സാറിനോട് അവിടെ എത്ര ക്രിസ്ത്യാനികൾ പഠിക്കുന്നുണ്ട്, എത്ര മുസ്ലിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നാണ്. ഡോക്ടർ ഹരിദാസൻ പിള്ള സാർ ഉത്തരം കൊടുത്തത് അത് ഞങ്ങൾ എണ്ണീട്ടി മണിക്കൂർ ഇന്റർവെല്ല് വിട്ട് ആ മന്ത്രങ്ങൾ ചൊല്ലിച്ചതിന് ശേഷം ക്ലാസ് ആരംഭിക്കുന്ന ഭാരതത്തിലെ ഒരേ ഒരു സ്കൂളായി മാറണം ഇത് എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത എരണല്ലൂർ പള്ളിയിലെ അച്ഛൻ വരെ അതാണ് വേണ്ടത് എന്ന് പറയുകയുണ്ടായി. സന്തോഷമുണ്ടെന്നാണ്. അതുകൊണ്ട് ദാസേട്ടനോട് പറയുന്നു, അങ്ങ് 2006 ഫെബ്രുവരി മാസം 23-ാം തീയതി വൈകുന്നേരം 6:30 മണിക്ക് പറഞ്ഞു, മൂകാംബിക ക്ഷേത്രമാണ് എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇനി മുതൽക്ക് ഈ ക്ഷേത്രവും എന്റെ മനസ്സിലുണ്ടാവും. അങ്ങയോടും പഞ്ചായത്ത് പ്രസിഡന്റ് രമേശ് ജിയോടും ആരാധ്യനായ ബാബു M ബാലിശ്ശേരി അവർകളോടും ഏറമ്പിൽ രാമകൃഷ്ണനോടും വിനയപുരസ്സരം തൊഴുതുകൊണ്ടൊരു അഭ്യർത്ഥന. അവസാനത്തെ ശ്വാസത്തിന് മുമ്പ് ഭാരതീയമായ 64 കലകളും പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമാക്കി ഇതിനെ മാറ്റണമെന്ന് ആ ആഗ്രഹം അതൊന്ന് സബലീകരിക്കാൻ ഇതിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കും സ്വാർത്ഥതയില്ല. ആരും മുമ്പോട്ട് വന്നിട്ടില്ല, സ്റ്റേജില് വരികയുമില്ല. എല്ലാവരും പുറകിലേ നിൽക്കാറുള്ളൂ. ഈ രാഷ്ട്രത്തിന്റെ 10,000 വർഷത്തെ പാരമ്പര്യമുള്ള സംസ്കാരത്തിന്റെ അവകാശികളായ ഭാരതീയരോട് പറയണം, ലോകമെമ്പാടും കൈകൾ രണ്ടും നീട്ടി സ്വീകരിക്കുന്ന ഈ പൈതൃകത്തിന്റെ അവകാശികൾ ഇന്നറിയാത്തവർ ഭാരതീയർ മാത്രമാണ്. ഭാരതീയർക്ക് മാത്രം അറിഞ്ഞൂടായി ഇത് ഞങ്ങളുടെ പൈതൃകമാണെന്ന്. അമേരിക്കക്കാർക്കറിയാം, കാനഡക്കാർക്കറിയാം, ഇംഗ്ലണ്ടുകാർക്കും ജർമ്മൻകാർക്കും അറിയാം ഭാരതീയ പൈതൃകം എന്തെന്ന്. നമുക്കറിഞ്ഞൂടാ. നമ്മൾ അറിയണം. അങ്ങ് ആരാധ്യനായ യേശുദാസ് ദാസേട്ടൻ തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി പള്ളിയില് പ്രഭ ചേച്ചിയുമായിട്ട് മിസ്സിസ് ദാസേട്ടനുമായിട്ട് കുർബാന സ്വീകരിക്കാൻ കൈ നീട്ടിയപ്പോൾ ആ വേളാങ്കണ്ണി പള്ളിയിലെ ബിഷപ്പ് പറഞ്ഞു അത്രേ, ക്രിസ്ത്യാനികളല്ലാത്തവര് കുർബാന സ്വീകരിക്കരുത്. അപ്പൊ ദാസേട്ടനും പ്രഭയും പുറകോട്ട് വന്നു, ഞങ്ങൾ രണ്ടുപേരും ക്രിസ്ത്യാനികളല്ല, അത് കാരണം കുർബാന വേണ്ട. ആ അൾത്താരയുടെ മുമ്പിലിരുന്നുകൊണ്ട് ദാസേട്ടൻ മൊബൈൽ ഫോണിൽ എന്നെ വിളിച്ചു, നിങ്ങളുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല എനിക്ക് വിലക്കുള്ളത്, വേളാങ്കണ്ണി പള്ളിയിലും എനിക്ക് വിലക്കാം. അപ്പൊ ആരും മോശക്കാരൊന്നും അല്ല. അൾത്താരയുടെ മുമ്പിലിരുന്നോണ്ടാ ദാസേട്ടൻ മൊബൈലിൽ വിളിച്ചത്.
അതും ഇന്ന് അദ്ദേഹം പ്രഭാഷണത്തിൽ പറഞ്ഞപ്പോൾ എന്റെ സഹോദരനായ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വാക്കുകളും ചേർത്ത് നിറഞ്ഞ ഹൃദയത്തോടുകൂടി അങ്ങയോട് പറയുന്നു. 64 കലകളുള്ള ഭാരതത്തില് 27 കലകള് സംഗീതവും സംഗീത ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇവിടെ സ്ഥാപിക്കുന്നു എങ്കിൽ അങ്ങ് ആരാധ്യനായ പത്മഭൂഷൺ ഡോക്ടർ KJ യേശുദാസ് പേപ്പറിലെങ്കിലും അതിന്റെ വൈസ് ചാൻസലറായി ഇരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാം. ഇവിടെ വരണമെന്നില്ല, പേപ്പറിലെങ്കിലും അങ്ങയുടെ ഫോട്ടോ വെച്ച് അങ്ങാണ് അതിന്റെ വൈസ് ചാൻസലർ എന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്ക് തരണം. അത്രയും അധികം അങ്ങയെ ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങ് വരുന്നു എന്ന് കേട്ടത് മുതൽക്ക് എല്ലാവർക്കും ഒരേ ഫീലിംഗാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങക്ക് നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രണാമം, പ്രണാമം, പ്രണാമം. അധ്യക്ഷത വഹിക്കുന്ന സംപൂജ്യനായ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രമേശ് അവർക്കാണ് ആദ്യം കൃതജ്ഞത പറയേണ്ടത്. അദ്ദേഹം ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമാണ്. എന്നെ വേറെയായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, മെനിഞ്ഞാന്ന് അദ്ദേഹവും ചുണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറിയും സ്വയം ഡ്രൈവ് ചെയ്ത് അവര് രണ്ടുപേരും മാത്രം ഇങ്ങോട്ട് വരികയുണ്ടായി. ഇത് ഞങ്ങളുടെ സ്ഥാപനമാണ്. ആ വാക്കുകൾ കേൾക്കാനും മുഖഭാവം കാണാനും ഇതിനു മുമ്പ് അദ്ദേഹം ഇവിടെ വന്നു പറഞ്ഞ വാക്കുകൾ സ്മരിക്കാനും വളരെ വളരെ സന്തോഷമുണ്ട്. ഈ പഞ്ചായത്തില് ഈ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ